സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനൊരു മോചനം ആവശ്യമാണ്. ഈ കേരളത്തിനുള്ള മോചനത്തിനു വേണ്ടി മുമ്പ് ശബ്ദിച്ചതുപോലെയുള്ള ബലഹീനമായിട്ടുള്ള ശബ്ദമല്ല ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കേരളത്തിൽ മോചനം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദശാബ്ദങ്ങളായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു മോചനം ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ ദശാബ്ദങ്ങളായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ മോചനം ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് സമാനമായിട്ട് ഉയരാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് സമാനമായിട്ട് വികസിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് കേരളത്തിൽ ഉന്നതമായിട്ടുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെയും ഒക്കെ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ കേരളത്തിലെ യുവാക്കളുടെ ഭാവി ഭദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമാണ് എല്ലാവരുടെയും പ്രതീക്ഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മുമ്പുണ്ടായിരുന്നത് പോലെ മാറ്റം ആഗ്രഹിക്കുന്നവൻ്റെ ബലഹീനമായിട്ടുള്ള ശബ്ദമല്ല ഇന്ന് കേരളത്തിൽ ഉയരുന്നത്. മാറ്റം ആഗ്രഹിക്കുന്നവൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ശബ്ദവും അതിനുവേണ്ടിയുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റവും കേരളത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുഗുണമായിട്ടുള്ള ശബ്ദമാണ്, അന്തരീക്ഷമാണ്, തരംഗമാണ്. നമ്മളിലേക്ക് ഇന്ന് നിരവധി ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ പഞ്ചായത്ത് തലം മുതൽ വാർഡ് തലത്തിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കാനായിട്ട് നടന്നു വരുന്നു പാർട്ടിയുടെ വേദികളിലേക്ക്. അവർക്ക് നമ്മൾ ഷോളുകൾ അണിയിച്ച് അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം കൊടുക്കുന്നു. പക്ഷേ ഭൗതികമായിട്ട് നമ്മളുടെ വേദിയിലേക്ക് നടന്നു വന്ന് നമ്മുടെ ഷോളുകൾ വാങ്ങുന്നവർ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ന് സ്നേഹിക്കുന്നവർ. ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തവർ അവർ മാത്രമല്ല, മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തവർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ 50% പരം വരുന്ന ജനത ഇന്ന് മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഔട്ട്റീച്ച് പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവരെ കണ്ടുപിടിച്ച് അവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗവാക്കാക്കാൻ, അവർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചലിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പാതയിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ കേരളത്തിൽ 50%-ലേറെ ആൾക്കാർ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള ഒരു സർക്കാർ കേരളത്തിൽ വേണമെന്ന്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഈ കേരളത്തിൽ വേണമെന്ന്. ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ 70 ആണ്ടത്തെ ദുർഭരണത്തിന് അവസാനം കുറിക്കാൻ സാധിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്ന 50%-ലേറെ ജനതയുള്ള ഒരു ഭൂമിയായിട്ട് നമ്മുടെ കേരള ഭൂമി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പോലും ബോധ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? കഴിഞ്ഞ 11 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിലെ കുടിലുകളിൽ കിടക്കുന്ന സാധാരണക്കാർക്ക് മുതൽ ഈ രാജ്യത്തിനെ ലോകോത്തരമാക്കി മാറ്റുന്ന അത്യുദാത്തമാർന്ന വികസനത്തിന്റെ പുതിയ മേഖലകളിൽ വരെ പരിവർത്തനത്തിന്റെ ശംഖുലി ഉയർന്നിരിക്കുന്നു. സാധാരണക്കാരന്റെ വീട്ടിൽ ദാരിദ്ര്യം മാറ്റാനുള്ള പദ്ധതികളായിട്ട്, അവന്റെ ആയുസ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളായിട്ട്, അവന്റെ വീട്ടിലെ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളായിട്ട്, അവന്റെ വീട്ടിലെ ശൗചാലയമായിട്ട് ഒക്കെ നരേന്ദ്രമോദിയുടെ ക്ഷേമ പദ്ധതികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് ഈ രാജ്യം ആഗോളതലത്തിൽ അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് പോർക്കളം തുറക്കാൻ ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധമേഖലകളിൽ, അത് സാമ്പത്തിക മേഖലയാണെങ്കിലും അതോടൊപ്പം തന്നെ ടാക്സിന്റെ മേഖലയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ലോകത്തിലെ ഏതൊരു രാജ്യവുമായിട്ട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ഭൂമിയായിട്ട് ഭാരതത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി. 2047 ആകുമ്പോൾ ഈ ഭാരതം ലോകത്തിലെ വികസിത രാജ്യമാകുമെന്നുള്ള സ്വപ്നമാണ് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് നൽകിയതെങ്കിൽ ഇന്ന് ലോകത്തിലെ സാമ്പത്തിക വിശാരദന്മാർ പറയുന്നു 2037-38 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വികസിതമായിട്ടുള്ള രാജ്യമായിട്ട് മാറപ്പെടും എന്ന് ലോകത്തിലെ സാമ്പത്തിക വിശാരദന്മാർ പറയുന്നു. ഈ രാജ്യം ഇന്ന് ആ രീതിയിലേക്ക് കുതിക്കുകയാണ്. ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്നത് ലോകാത്ഭുതമായിരിക്കുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കോണമി ലോകത്ത് 50% വരുന്ന ഡിജിറ്റൽ എക്കോണമി ഉപയോഗിക്കുന്ന 50% ആൾക്കാർ ജീവിക്കുന്നത് ഈ ഭാരതത്തിലാണ് എന്നറിയുമ്പോൾ ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയരുകയാണ്. ഒരു കാലത്ത് ദരിദ്ര ജനതയുടെയും കുടിലുകളിലും അതോടൊപ്പം തന്നെ നിരക്ഷര കുക്ഷികളുമായിട്ടുള്ള ആൾക്കാരുടെ ഭൂമിയാണ് കേരളം, ഈ ഭാരതമെന്ന് പ്രചരിപ്പിച്ചവർ, ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തിയവർ, അവരിന്ന് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഈ നിരക്ഷര കുക്ഷികളുടെ ഇന്ത്യ, ഈ ദരിദ്ര നാരായണന്മാരുടെ ഇന്ത്യ, ഈ ഗ്രാമീണ ജനതയുടെ ഇന്ത്യ, അതോടൊപ്പം തന്നെ വനാന്തരങ്ങളിൽ ജീവിക്കുന്നവന്റെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ അമേരിക്കയെയും ജർമ്മനിയെയും ജപ്പാനെയും വെല്ലുന്ന
ഡിജിറ്റൽ എക്കോണമിയുടെ ഇന്ത്യയായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. സർവ്വമേഖലയിലും വികസനത്തിന്റെ സ്പർശം, വികസനത്തിന്റെ സന്ദേശം, വികസനത്തിന്റെ ഉദാത്തമാർന്ന ഉദാഹരണങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നവന്റെ ഭൂമിയായിട്ട് ഈ ഭാരതീയന്റെ ഭൂമി മാറ്റിയെടുത്ത ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ആ പ്രസ്ഥാനം ഇന്ന് ഈ രാജ്യത്ത് 22 സംസ്ഥാനങ്ങൾക്ക് ഭരണസാരഥ്യം വഹിക്കുന്ന പാർട്ടിയാണ്. 22 സംസ്ഥാനങ്ങളെന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MP-മാരും MLA-മാരും ജനപ്രതിനിധികളുമുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ പാർട്ടി പറയുന്നു, ഈ കേരളത്തെയും വികസിപ്പിക്കാൻ ആ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. വികസിത കേരളം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നം. വികസിത ഇന്ത്യ സ്വപ്നം കണ്ട് ഇന്ത്യയെ വികസനത്തിന്റെ പുതിയ പന്ഥാവിലേക്ക് അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്നുകൊണ്ട് വികസിത കേരളം എന്നുള്ള സ്വപ്നവുമായിട്ട് നമ്മൾ മുന്നോട്ടാണ്. വികസിത കേരളമാണ് കേരളം കണ്ട ഏറ്റവും വലിയ മതേതര മുദ്രാവാക്യമെന്ന് അഭിമാനത്തോട് BJPക്ക് പറയാൻ സാധിക്കണം. വികസിത കേരളമാണ് കേരളം കണ്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മുദ്രാവാക്യമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പറയാൻ സാധിക്കണം. വികസിത കേരളമാണ് കേരളം കണ്ട ഏറ്റവും പുരോഗമനാത്മകമായിട്ടുള്ള മുദ്രാവാക്യമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പറയാനും കേരളത്തിലെ പൊതുസമൂഹത്തിൽ അത് ബോധ്യപ്പെടുത്താനും സാധിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളം എന്ന മതേതരത്വത്തിന്റെയും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിന്റെയും വിപ്ലവവും പുരോഗമനാത്മകവുമായിട്ടുള്ള ആ മുന്നേറ്റത്തിന്റെ പാതയിൽ കേരളത്തിലെ 3.25 കോടി ജനതയെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും പ്രാദേശികതയ്ക്കും അപ്പുറത്ത് നയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ രൂപാന്തരപ്പെടുകയാണ്. വിശ്വാസം ഇന്ന് നമ്മളോടൊപ്പമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ഇന്ന് BJPക്കൊപ്പമാണ്. BJPയുടെ നരേന്ദ്രമോദിക്കൊപ്പമാണ്. BJPയുടെ കേന്ദ്ര സർക്കാരിനൊപ്പമാണ്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് ഘടകത്തിനൊപ്പമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടുന്നത്. നമുക്ക് ഈ സംസ്ഥാനത്തും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കും സംസ്ഥാനത്തുമൊക്കെ BJPക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന തരംഗത്തെ നമ്മുടെ വാർഡുകളിൽ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ വാർഡുകളിൽ അത് നമ്മളുടേതാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള പ്രയാണത്തിന് ശക്തി പകരുന്ന ഒരു ജില്ലാ കമ്മിറ്റിയായിട്ട് കണ്ണൂർ നോർത്തിന്റെ ജില്ലാ കമ്മിറ്റി മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ രീതിയിൽ മാറാൻ ഏറെ പ്രാപ്തിയുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 3 പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം അതിനുശേഷം BJPയുടെ കേന്ദ്ര ഓഫീസിൽ വന്ന് ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ത്യയിലെ ജനതയെ അഭിസംബോധന ചെയ്യപ്പോൾ ആദ്യം അദ്ദേഹം പരാമർശിക്കുന്നത് കണ്ണൂരിന്റെ മണ്ണിന്റെ ഈ മണ്ണിലേക്ക് ചോര ചിന്തിയ നമ്മുടെ ബലിദാനികളെയാണ് അദ്ദേഹം സ്മരിക്കുന്നത്. ഈ രാജ്യത്ത് ഏതൊക്കെ നേട്ടങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ സ്മരിക്കുന്ന ബലിദാനികൾക്ക് ജന്മം നൽകിയ പുണ്യഭൂമിയാണ് ഈ കണ്ണൂരിന്റെ ഭൂമി. ഈ കണ്ണൂരിന്റെ ഭൂമിക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അതിനുവേണ്ടിയുള്ള സമർപ്പിതമായിട്ടുള്ള ജീവിതമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സ്ഥലം എന്ന നിലയിൽ കണ്ണൂരിൽ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കും സാധ്യമാകും. ആ സാധ്യത പരിശോധിക്കാനും ആ സാധ്യത പ്രയോജനപ്പെടുത്താനും ആ സാധ്യതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കാനും വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മൾ കാണണം. നമ്മൾക്ക് പല പല ചുമതലകളാണ്. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ പല പല ചുമതലകൾ, ബൂത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മെമ്പർ എന്നുള്ള നിലയിലുള്ള ചുമതലകളാണ് നമുക്കുള്ളത്. എന്ത് ചുമതലകൾ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു വലിയ അദ്വിതീയമായ ഒരു ആദർശത്തിന്റെ പ്രവാചകന്മാരാണ്, ആദർശത്തിന്റെ പ്രചാരകന്മാരാണ്, ആദർശത്തിന്റെ പ്രയോക്താക്കളാണ്. ആ ആദർശത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആദർശത്തെ സഫലമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പാതയിലാണ് ദശാബ്ദങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും. അത് പലയിടത്തും അത് പ്രായോഗികമാക്കാനും വിജയിപ്പിക്കാനും നമ്മുടെ പ്രവർത്തകർക്ക് സാധിച്ചു. പക്ഷെ കേരളത്തിൽ നമുക്കത് വേണ്ടവണ്ണം സാധിച്ചില്ല. നമുക്ക് ഒരുപാട് നമ്മുടെ കൂടെ സഞ്ചരിച്ചവരെ ബലിദാനികളായിട്ട് മാറി. ജീവിക്കുന്ന ബലിദാനികളായിട്ട് ഏറെ പേരുണ്ട്. ജയിലഴികൾക്കുള്ളിൽ ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ ജയിലഴികൾക്കുള്ളിൽ ഒരു ജീവിതം മുഴുവൻ ഹോമിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെ, അങ്ങനെയുള്ള ത്യാഗികളെ നമുക്ക് നൽകാൻ സാധിച്ചു. പക്ഷേ ആ ത്യാഗികളെ നൽകിയ നമുക്ക് നമ്മുടെ പ്രവർത്തകർക്ക് അധികാരം നൽകാൻ സാധിച്ചിട്ടില്ല. അധികാരം നൽകാനും സാധിക്കണം ഭാരതീയ ജനതാ പാർട്ടിക്ക്.
ത്യാഗികളും സമർപ്പിതരുമായിട്ടുള്ള പ്രവർത്തകരെ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂരിനും കേരളത്തിനും നൽകാൻ സാധിക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് അധികാരവും നൽകാൻ സാധിക്കുമെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ജീവിച്ചിരിക്കുന്ന നമുക്കുള്ളത്. മരണപ്പെട്ടവർ അവരുടെ ജീവൻ നൽകി ഈ പ്രസ്ഥാനത്തിന്. ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രവർത്തകർക്ക് അധികാരം നൽകാൻ സാധിക്കണം. ആ അധികാരം നൽകാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. ആ അധികാരം നൽകാനുള്ള അവസാനത്തെ അവസരമാണ് സംജാതമാകുന്നത്. അതിനുവേണ്ടി ഇനി നമ്മുടെ മുമ്പിൽ 50 ദിവസങ്ങളാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സാധാ പ്രവർത്തകർക്ക് അധികാരം നൽകാനുള്ള സുവർണാവസരം. സാധാരണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് 140 നേതാക്കന്മാരെ MLA ആക്കാനേ സാധിക്കൂ പരമാവധി. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 നേതാക്കന്മാരെ MP ആക്കാനേ സാധിക്കൂ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 23,000 പ്രവർത്തകരെ നേതാക്കന്മാരായിട്ടും ജനപ്രതിനിധികളാക്കാനും സാധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. 23,000 നേതാക്കന്മാരെ ജനപ്രതിനിധികളാക്കാൻ വേണ്ടിയുള്ള ഈ പരിശ്രമത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ സർവ്വതും മറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അവസരത്തിനൊത്ത് ഉയരണമെന്നുള്ള ചിന്തയാണ് കഴിഞ്ഞ 6 മാസമായി മിഷൻ 2025 എന്ന പേരിൽ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് തലത്തിൽ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തകരെ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാനാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ മഹാപ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100ാം ജയന്തി നമ്മൾ ആഘോഷിച്ചു. നമ്മളെല്ലാവരും പഥസഞ്ചലനത്തിലൊക്കെ പങ്കെടുത്ത് സ്വയം സേവകൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ട സുദിനങ്ങളിലൊന്നാണ് ഇന്നലെ. ആ 100 വയസ്സ് പൂർത്തിയാകുന്ന സംഘത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ സംഘ സംസ്കാരത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഭാരതീയ ജനസംഘത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെ ചില ലക്ഷ്യങ്ങളുണ്ട്. സംഘത്തിന്റെ ലക്ഷ്യമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. സംഘത്തിന്റെ ലക്ഷ്യം എന്താ? ശാഖയിലൂടെ ഉത്തമരായിട്ടുള്ള സ്വയം സേവകരെ വാർത്തെടുക്കുക. അങ്ങനെ മനപരിവർത്തനത്തിലൂടെ നല്ല നല്ല കാര്യകർത്താക്കന്മാരെ സൃഷ്ടിക്കലാണ് സംഘത്തിന്റെ ലക്ഷ്യം. സംഘം വ്യവസ്ഥിതി മാറ്റാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. ഡോക്ടർ ജിയോ ഗുരുജിയോ ഒന്നും വ്യവസ്ഥിതി മാറ്റുകയാണ് സംഘത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടില്ല. സംഘത്തിന്റെ ഉദ്ദേശം മനസ്ഥിതി മാറ്റലാണ്. അങ്ങനെ മനസ്ഥിതി മാറ്റി നല്ല നല്ല കാര്യകർത്താക്കന്മാരെ സംഘശാഖയിലൂടെ സൃഷ്ടിക്കുന്നു. ആ കാര്യകർത്താക്കന്മാർ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോകുന്നു. വിവിധ മേഖലകളിൽ പോയിട്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും മാനവികതയുടെയും മഹത്തായിട്ടുള്ള ആ മന്ത്രങ്ങൾ സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മാന്യമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന മേഖലകളിലേക്ക് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഭാരതീയ ജനസംഘവും ഭാരതീയ ജനതാ പാർട്ടിയും രൂപീകരിക്കപ്പെട്ടത്. ഭാരതീയ ജനസംഘം രൂപീകരിക്കപ്പെട്ട 1951 അതിനുശേഷമുള്ള കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അന്ന് ദീനദയാൽജി അത് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ദീനദയാൽജി അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പേ ജനസംഘത്തിന് അധികാരത്തിലേറ്റിയിട്ടാണ് മരണപ്പെട്ടത്. 4-5 സംസ്ഥാനങ്ങളിൽ ജനസംഘത്തെ അധികാരത്തിലേറ്റി. എന്തിനാണ് ജനസംഘം രൂപീകരിച്ചത്? വ്യക്തി നിർമ്മാണം നടത്താൻ മാത്രമല്ല. ജനസംഘം രൂപീകരിച്ച മനപരിവർത്തനം വരുത്താൻ മാത്രമല്ല. ജനസംഘം രൂപീകരിച്ചത് വ്യവസ്ഥിതി മാറ്റാനാണ്, ഭരണം മാറ്റാനാണ്, അധികാരം പിടിക്കാനാണ്. അത് ദീനദയാൽജി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെളിയിച്ചു. ജനസംഘം രൂപീകരിച്ച് 5 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം മാറ്റിക്കൊണ്ട് അധികാരം 4-5 സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചുകൊണ്ട് ദീനദയാൽജി തെളിയിച്ചു. അതിനുശേഷം 1980 മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി 1977 പിരിച്ചുവിട്ട് ജനതാ ഗവൺമെന്റിൽ കയറുമ്പോൾ അവിടുത്തെ ലക്ഷ്യവും അധികാരം പിടിക്കൽ തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഏകാധിപതിയെയും ഈ രാജ്യം മുഴുവൻ തന്നെ കോൺഗ്രസിന് തീരെഴുതിയതാണ് എന്ന അഹങ്കാരത്തിൽ തിമിർത്താടിയ കോൺഗ്രസിനും ശക്തമായിട്ടുള്ള താക്കീത് നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭരണത്തിന് അന്ത്യകൂദാശ ചെയ്യാനാണ് ജനതാ പാർട്ടി ലയിച്ചതും ജനതാ ഗവൺമെന്റ് രൂപീകരിച്ചതും. അധികാരം പിടിക്കാൻ തന്നെയാണ്. 1980 മുതൽ 2025 വരെ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഈ 45 വർഷം പ്രവർത്തിച്ചത് ഓരോ മേഖലയിലും അധികാരം പിടിച്ചെടുക്കൽ എന്നുള്ള ഒറ്റ സ്വപ്നവും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് 22 സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ച പാർട്ടിയായിട്ട് നമ്മൾ മാറിയത്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ 6 വർഷവും അതിനുശേഷം 11 വർഷവും 17-18 വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഈ 45 വർഷത്തിനുള്ളിൽ ഭരിക്കാൻ അവസരം കിട്ടിയത് അധികാരമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് നമ്മുടെ നേതൃത്വത്തിന് വ്യക്തതയും ബോധ്യവും ഉണ്ടായിരുന്നത് കൊണ്ടാണ്.
അങ്ങനെ ഇന്ന് നമ്മൾ അധികാരം പിടിച്ച് ഈ രാജ്യത്തിന്റെ പരമാധികാരവും ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിലേക്ക് ഒതുക്കുമ്പോൾ ഇത്രയും ത്യാഗം ചെയ്ത കേരളത്തിന് എന്തുകൊണ്ട് അധികാരം കിട്ടിയില്ല എന്നുള്ളൊരു ചോദ്യം ഇനി വരുന്ന നാളുകളിൽ കേരളത്തിൽ ഉണ്ടാകരുത്, ഇന്ത്യയിൽ ഉണ്ടാകരുത്. ത്യാഗികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കാർക്ക് ത്യാഗം മാത്രമല്ല അധികാരം പിടിക്കാനും സാധിക്കുമെന്ന് തെളിയിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ മിഷൻ 2025. അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ലക്ഷ്യം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യവും നമ്മൾ നേടിയേ പറ്റൂ. അതുകൊണ്ട് അധികാരം പിടിക്കണം. വാർഡുകളിൽ നമ്മൾ അധികാരം പിടിക്കണം. പാർട്ടിയുടെ ഏത് ചുമതലയിൽ വഹിക്കുന്നവരാണെങ്കിലും ആ ചുമതലകളുടെ പട്ടം ചാർത്തി നടക്കാൻ വേണ്ടിയല്ല പാർട്ടി ചുമതലകൾ തന്നിരിക്കുന്നത്. പാർട്ടി ചുമതലകൾ വഹിക്കുന്നവർ ഒരു വാർഡിലെങ്കിലും BJPയെ ജയിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണെന്ന് സ്വയം തെളിയിക്കുന്ന നേതാക്കന്മാരായിട്ട് മാറുമ്പോൾ മാത്രമേ നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാരായിട്ട് മാറൂ. ആ രീതിയിൽ ഒരു വാർഡിലെങ്കിലും പാർട്ടിയെ ജയിപ്പിക്കാൻ പ്രാപ്തിയുള്ളവനാണ് ഞാനെന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മത്സരിച്ച് ബോധ്യപ്പെടുത്തണം പൊതുസമൂഹത്തിന്റെ ഇടയിൽ. ഏത് ചുമതലയോ വഹിക്കും നിങ്ങൾ, പക്ഷേ ഒരു വാർഡെങ്കിലും ജയിപ്പിക്കാൻ എനിക്ക് പ്രാപ്തി ഉണ്ടാകണം. ആ രീതിയിൽ കഠിനമായിട്ട് പരിശ്രമിക്കാൻ ഞാൻ തയ്യാറാകണം. പാർട്ടി നിശ്ചയിക്കുന്ന ലക്ഷ്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ പ്രാപ്തിയുള്ളവനാണ് ഞാനെന്ന് ഞാൻ സ്വയം തെളിയിക്കണം. ആരോടുമുള്ള വെല്ലുവിളിയല്ല, ആരോടുമുള്ള മത്സരമല്ല. എന്നിൽ അർപ്പിതമായിരിക്കുന്ന ആദർശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പാർട്ടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വമാണ് അത് എന്ന ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഈ കേരളത്തിൽ മാറ്റം സാധ്യമാണ്. ഈ കേരളത്തിൽ മാറ്റം സാധ്യമാണ്. ഈ കേരളത്തിനേക്കാൾ അതിദുരന്ത കാലഘട്ടമായിരുന്നു ബംഗാളിലെ 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം. ഈ കേരളത്തെക്കാൾ അങ്ങേയറ്റം ദുരന്ത കാലഘട്ടമായിരുന്നു 26 വർഷത്തെ ത്രിപുരയിലെ കാലഘട്ടം. ഈ കേരളത്തെക്കാൾ അങ്ങേയറ്റം ദുരന്ത കാലഘട്ടമായിരുന്നു ഇന്ന് ഇന്നലകളിൽ കോൺഗ്രസ് വാണിരുന്ന പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ. എല്ലാം മാറ്റിയില്ലേ? BJPക്ക് ഇന്ന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ രാജ്യത്ത്? എല്ലാം മാറ്റി. രാഷ്ട്രീയപരമായിട്ട് സർവ്വതും സാധ്യമാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് തെളിയിച്ച രാഷ്ട്രീയ പാർട്ടി നമ്മുടെ പാർട്ടിയല്ലേ? ആ പാർട്ടി ഇനി കേരളത്തിൽ മാത്രം അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് അപമാനമാണ്. അതുകൊണ്ട് കേരളവും നമ്മൾ മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മിഷൻ 2025. അത് കഴിഞ്ഞാൽ മിഷൻ 2026 നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞാൽ മിഷൻ 2029 നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞാൽ മിഷൻ 2031 നമ്മുടെ മുമ്പിലുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇനി കേരളത്തിൽ അധികാരവും കൊണ്ട് മാത്രമേ അധികാരം നേടുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് വിശ്രമമില്ല. കേരളത്തിന്റെ സമ്പൂർണ്ണ അധികാരം ഭാരതീയ ജനതാ പാർട്ടി നേടും. അതിനി കൂടുതൽ കാലഘട്ടങ്ങളിലൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഇതാ കണ്ണൂരിന്റെ മണ്ണിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ എന്നാണോ താഴെ വീഴണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു, ആ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും താഴെ വീണാൽ ഇനി കേരളത്തിൽ കയറേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഏതൊരു സംശയവും വേണ്ട. ഇത് കൈയടിക്കാനും അഭിമാനിക്കാനും സംശയം ആർക്കും ആവശ്യമില്ല. ഈ കേരളത്തിൽ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് സർക്കാരും വീണാൽ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് താമര BJP, അതല്ലാതെ മറ്റൊന്നുമല്ല. ആ രീതിയിലുള്ള പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പിണറായി വിജയനെ എന്നാണോ താഴെ ഇറക്കേണ്ടത് അന്ന് BJP അധികാരത്തിലേറ്റാൻ തയ്യാറാവുക. ഇനി കേരളത്തിൽ BJP അല്ലാതെ ഒരു ഭരണം ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്രയും കാലത്തെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന മാറി പക്ഷാഘാതം സംഭവിച്ച കേരളത്തിന്റെ അധോഗതിയുടെ കാലഘട്ടം ചരിത്രം അവസാനിക്കുകയാണ്. ഇനി കേരളത്തിൽ നേരിന്റെ പക്ഷത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ അവരോധിക്കുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ആ കാലഘട്ടം ഇനി വൈകാതെ നമ്മളെ തേടിയെത്തും. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഈ ഡിസംബറിൽ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാവുകയാണ്. ഡിസംബറിൽ നമ്മുടെ നിരവധി പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകർ ജനപ്രതിനിധികളായിട്ട് കേരളത്തിൽ ജയിച്ചു വരും. ആ പ്രവർത്തകരെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള മഹാദൗത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അത് കഴിഞ്ഞാൽ 100 കണക്കിന് ഇവിടുത്തെ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് വരും.
യാതൊരു സംശയവും വേണ്ട. പാർട്ടിക്ക് 60 ലക്ഷത്തിൽ പരം വോട്ട് കേരളത്തിൽ ലഭിക്കും. 25% വോട്ട് കേരളത്തിൽ ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ ഫലം വരുന്ന ദിവസം കേരളത്തിൽ 62 വർഷത്തെ മുന്നണി സംവിധാനം തകരുന്ന ദിവസമായിരിക്കും. 2026 ജനുവരി 1 മുതൽ BJP കേന്ദ്രീകൃതമായിട്ടുള്ള പുതിയൊരു കേരളത്തിന്റെ ഉദ്ഭവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആ രീതിയിലുള്ള പ്ലാനും പദ്ധതിയും സർവ്വതും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് സ്വന്തമായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള അക്ഷാന്ത പരിശ്രമം നടത്തുന്ന സഹപ്രവർത്തകരുണ്ട്, ദൈവതുല്യരായിട്ടുള്ള പ്രവർത്തകർ. ഒന്നും ആഗ്രഹിക്കാതെ സ്വജീവിതം പോലും പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ദൈവതുല്യരായിട്ടുള്ള പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. ആ മൂലധനത്തിലുള്ള വിശ്വാസവും അവരുടെ സമർപ്പണവും അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിനോടൊപ്പം സ്മാർട്ട് വർക്കും, ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും, ആ സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ അധികാരത്തിലേക്ക് എത്തുക. കഠിനാധ്വാനം കൊണ്ട് അധികാരത്തിലെത്തുമായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ആദ്യം അധികാരത്തിലെത്തേണ്ടത് കേരളത്തിലെ BJP ആയിരുന്നു. കഠിനാധ്വാനത്തിലൂടെ അധികാരത്തിലെത്തുമായിരുന്നുവെങ്കിൽ ആദ്യം എത്തേണ്ടത് നമ്മളായിരുന്നു അധികാര സ്ഥാനത്ത്. പക്ഷെ നമുക്കത് സാധിച്ചില്ല. നമുക്ക് കഠിനാധ്വാനത്തിനോടൊപ്പം സ്മാർട്ട് വർക്ക് കൂടെ ചെയ്യാം. ആ സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. ആ പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. കഠിനാധ്വാനവും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരുമിച്ച് ചേരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തെയും പോലെ കേരളത്തിലും അധികാരത്തിലെത്തും. അതിനുവേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള ആത്മവിശ്വാസവും പാർട്ടി പ്രവർത്തകരായിട്ടുള്ള നമുക്കുണ്ടാകണം. ഇനിയും കേരളത്തെ സഹിക്കാൻ പറ്റില്ല, ഇടതിനെയും വലതിനെയും സഹിക്കാൻ പറ്റില്ല. നമുക്ക് മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് നമ്മളാണ് നേതൃത്വം നൽകേണ്ടത്. നമ്മൾ മാത്രമാണ്. നമുക്ക് മാത്രമേ ആ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കൂ. ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഈ കണ്ണൂർ നോർത്ത് ജില്ലയുടെ സഹപ്രവർത്തകർക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. 60 ആണ്ടുകൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത, 60 ആണ്ടുകൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ച, കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും അമ്മയെയും അച്ഛനെയും ഒന്നും നോക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച സഹപ്രവർത്തകരായിട്ടുള്ള കണ്ണൂരിലെ പ്രവർത്തകരോട് ഞങ്ങൾ പറയുന്നു, ഇനി നിങ്ങൾ 60 വർഷത്തേക്ക് കാത്തിരിക്കണ്ട. ഇനി ഒരു 60 ദിവസം, ആ 60 ദിവസം കഠിനമായിട്ട് പരിശ്രമിക്കുക, പരമാവധി പരിശ്രമിക്കുക, ലക്ഷ്യത്തോടു കൂടി പരിശ്രമിക്കുക. നിങ്ങൾക്ക് 60 ആണ്ടായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ 60 ദിവസം കൊണ്ട് നമ്മുടെ മുന്നിൽ സാക്ഷാത്കരിക്കുന്ന ആ മഹത്തായിട്ടുള്ള സ്വപ്ന സായുജ്യത്തിൻ്റെ ആ കാവ്യപ്രഭ അന്ധകാരത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുന്ന, അധർമ്മത്തിൻ്റെ കേരളത്തെ മോചിപ്പിക്കുന്ന, അവികസനത്തിൻ്റെ കേരളത്തെ മോചിപ്പിക്കുന്ന ആ പുതിയ കാവ്യപ്രഭ നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് തന്നെ സാക്ഷാത്കരിക്കാനും അനുഭവിക്കാനും അനുഭവേദ്യമാക്കാനും കിട്ടുന്ന ഈ അവസരത്തിനായി 60 ദിവസം മാത്രം കഠിനമായി പരിശ്രമിക്കണം എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന പാർട്ടിയുടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഗുരുനാഥന്മാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ.